മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ വോട്ടർമാർക്ക് തുടർഭരണത്തെക്കുറിച്ചും MLA-ക്കുറിച്ചും പറയാൻ എന്താണുള്ളത്? മണ്ഡലം ചുറ്റും മഹിളകൾ ഇന്ന് ധർമ്മടം മണ്ഡലത്തിലാണ്. അനുജ രാജേഷും സ്മിതാ ഹരിദാസും ചിറക്കുരിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധർമ്മടം മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു നല്ല മനോഹരമായ ഒരു കവലയാണ്. ഇവിടെ ഇത് 2 ആൽമരം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടിപ്പിക്കൽ ഗ്രാമത്തിന്റെ ഒരു സൗന്ദര്യം, വളരെ തിരക്കേറിയ ഒരു ഗ്രാമം തന്നെയാണ്. ആ തിരക്കേറിയ ഇടത്താണ് നിൽക്കുന്നത്. ചിറക്കുനി. അത് മാത്രമല്ല അവിടെ ഒരു വായനശാലയുണ്ട്. അങ്ങനെ എല്ലാ ലോക്കൽ കമ്മിറ്റി, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ട്. ഇവിടത്തെ ഈ മണ്ഡലത്തിലുള്ള ആള് തന്നെയാണോ? അതെ അതെ. എന്താ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ ഉഷാറല്ലേ? കാണുന്നില്ലേ നമ്മളെ ധർമ്മടത്തിന്റെ മാറ്റം കാണുന്നില്ലേ? അപ്പോ ഇനിയും കൂടുതൽ മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ആൾ തന്നെ വരണം. പിണറായി തന്നെ തിരിച്ചു തുടർച്ചയുണ്ടാവണം. ഉണ്ടാവണം. ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഇയാൾ വന്നേരത്ത് 10 വർഷം കൊണ്ട്. അത് ധർമ്മടം മാത്രമാണോ അതോ സംസ്ഥാനം ഒട്ടാകെ? കേരളം ഒട്ടും ഇന്ത്യക്ക് മാതൃക. ചേട്ടന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം തുടർ ഭരണം, പിണറായി തന്നെ വീണ്ടും വരണം. ആ വികസന നായകനാണ്, കേരളത്തിന്റെ ക്യാപ്റ്റനാണത്. 140 നിയോജക മണ്ഡലത്തിലും വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിന് സാധിക്കാത്തതാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയത്. ഇവിടുത്തെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? പിണറായി ജയിച്ചു കഴിഞ്ഞില്ലേ? ഇനി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 3ാം ഭരണവും ഉറപ്പ്. അങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റണത്? തന്നെയാണ് നമ്മുടെ നാടിന്റെ വികസനം കാണുന്നില്ലേ? നിങ്ങളെല്ലാവരും പോകുന്ന കൂട്ടല്ലേ? നിങ്ങൾ ചാനലും കൂടെ സകലം പോയിട്ട് കേരളത്തിലെല്ലാം പോയില്ലേ? കേരളത്തിൽ 140 മണ്ഡലത്തിനകത്തും വികസനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ചർക്കുനി എന്ന് പറയുന്ന സ്ഥലം, ബ്രണ്ണൻ കോളേജ്, അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതുപോലെ പല ഡയറ്റ്, ഇതെല്ലാം വികസനം ഒരൊറ്റ വിഷയമാണ് അല്ലേ? വികസനം എന്നുള്ള ഒരൊറ്റ വിഷയമാണ്. അത് മാത്രമല്ല, സാധാരണ അടിത്തട്ടി കിടക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗവൺമെന്റാണ് ആദ്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായി. എന്താ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിന്റെ പണി അങ്ങനെ സന്തോഷാണോ? സന്തോഷം തന്നെ, ജനാധിപത്യല്ലേ. സർക്കാർ തുടരണോ? സർക്കാരിന്റെ അഭിപ്രായം ഒന്നും എനിക്കില്ല. അത് അതായത് സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? സർക്കാർ വന്നതിന് ശേഷം ഇപ്പൊ 10 വർഷമായിട്ട് തുടരുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ കുറച്ച് വികസനങ്ങളുണ്ട്. അപ്പൊ അത്ര തന്നെ. അടിപൊളി ഭരണം. ഇതുപോലത്തെ ഒരു ഭരണം നമ്മളിതിൽ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും നമ്മൾക്കൊരു കുറ്റം പറയുന്നില്ല. ഭയങ്കര വികസനം, എല്ലാ ജനങ്ങൾക്കും സന്തോഷം. എന്നും ഈ ഭരണം തന്നെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പൊതുവെയുള്ളൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? പ്രചാരണ ചൂട് നിലവില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ തെരഞ്ഞെടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി സഖാവ് പിണറായി തന്നെ വരണമെന്നില്ല. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസനമാണ്, പിന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ ആരോഗ്യ മേഖല, സ്കൂളുകൾ, പിന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒട്ടനവധി മേഖലയിൽ വികസനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.